ജനൻ ഡിബേറ്റ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഞാനൊരു കണക്ക് മുന്നോട്ട് വെക്കുകയാണ്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിൽ അവിടുത്തെ ഒരു ജനസംഖ്യാ തലത്തിൽ അവിടെ വരുന്ന ഒരു മാറ്റം, ആ മാറ്റം കൂടി കണക്കിലെടുത്ത് വേണം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടത്. 2015-20 കാലയളവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യാ വളർച്ചയുള്ള നഗരങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് കേരളത്തിലാണ് ഉള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ പോപ്പുലേഷൻ ഡിവിഷൻ കണക്കുകളാണ് ഇത്. 44.1% ജനസംഖ്യാ വളർച്ചയോടെ മലപ്പുറം ലോകത്ത് 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. രണ്ടാമത് കോഴിക്കോടാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്. ഈ സംഘടിത ന്യൂനപക്ഷം എന്ന് വെറുതെ പറയുന്നതല്ല, വളരെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയും അതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അതിഭീമമായ ജനസംഖ്യാ വർധനവ് കൂടി പരാമർശിച്ചിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ? നീലിമ, ഇതിൽ വസ്തുതാപരമായ ചില കാര്യങ്ങൾ അവഗണിക്കാനാവില്ല. തീർച്ചയായും ഡെമോഗ്രഫി, അതായത് ജനസംഖ്യ കണക്കുകൾ വളരെ നിർണായകമായൊരു കാര്യമാണ്. കാരണം ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്പേഴ്സ് ഗെയിമാണ്. ആ നമ്പേഴ്സ് ഗെയിമിൽ ഇപ്പോൾ തന്നെ നോക്കൂ, മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും അധികം നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല. മലപ്പുറം ജില്ലയിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അവസാന പുനഃസംഘടന നടന്നപ്പോൾ 14 മണ്ഡലങ്ങളിൽ നിന്നും 18 മണ്ഡലങ്ങളായി കൂടുകയാണ്. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ 7 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നത് 5ആയി കുറയുകയാണ്. അപ്പോൾ ജനസംഖ്യയുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ, എനിക്കറിയില്ല ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യ വളർച്ച രേഖപ്പെടുത്തുന്ന ജില്ല മലപ്പുറമാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ്. പക്ഷേ വളർച്ച ഉണ്ട് എന്നറിയാം. കേരളത്തിലെ ജില്ലകൾ 14 ജില്ലകളിൽ മലപ്പുറം ജില്ല തീർച്ചയായും മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്ന നിലയിൽ ഏതാണ്ട് 66-67% ഉണ്ടായിരുന്ന ഇന്ന് 69% കടന്നിരിക്കുന്നു. ആ ജില്ലയിലെ മുസ്ലിം ജനസംഖ്യ, അത് ഹിന്ദു ജനസംഖ്യ 28-ൽ നിന്ന് 27-ലേക്കൊക്കെ കുറയുന്നു. ക്രിസ്ത്യൻ ജനസംഖ്യ ഏതാണ്ട് അതുപോലെ നിൽക്കുകയാണ്. ഒരു 2-2.5%, 3% താഴെ ഉള്ള ജനസംഖ്യയാണ് ക്രൈസ്തവർക്ക് മലപ്പുറം ജില്ല മാത്രമായി എടുത്താൽ. കോഴിക്കോട് സ്റ്റാറ്റിസ്റ്റിക്സ് സ്വല്പം കൂടി വ്യത്യസ്തമാണ്. പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ പ്രധാനമായും പറയുന്നത് അത് മുസ്ലിം ഭൂരിപക്ഷ ജില്ല. അപ്പോൾ കേരളത്തിൻ്റെ പവർ പൊളിറ്റിക്സിൽ 26-27% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഏതാണ്ട് സമാനമായ ശതമാനം വരുന്ന ഈഴവ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ 2 കമ്മ്യൂണിറ്റിയും ചേർത്താൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരും, 50%-ലധികം വരും. രണ്ടും വ്യത്യസ്തമായ കാരണങ്ങളാൽ OBC ഗണത്തിൽപ്പെടുന്ന വിഭാഗങ്ങളാണ്. അപ്പം ഈ 2 വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അജയ്യമായ ഒരു രാഷ്ട്രീയ ഫോർമുല ആയിരിക്കും. ഇതാണ് CPM-ൻ്റെ എക്കാലത്തെയും ഒരു ചിന്ത. അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി ഒരുപക്ഷെ MV രാഘവൻ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ഒരു പാലമിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബദൽ രേഖ അവതരിപ്പിച്ചപ്പോൾ അന്ന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിലും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ CPM കൂലങ്കഷമായ ചിന്തകളിലൂടെ മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചതിൻ്റെ പ്രയോജനം നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും CPM-നും LDF-നും ഉണ്ടായിട്ടുണ്ട് എന്നത് നിസ്തർക്കമായി പറയാം. പക്ഷേ ആ സാഹചര്യം മാറിയിരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും തിരിച്ച് UDF-നോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ UDF കുറച്ചുകൂടെ ആ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്, ന്യൂനപക്ഷ കൺസോളിഡേഷൻ. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു വിഭാഗം BJP ചായ്വ് കാണിക്കുന്നു. അതും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈഴവ സമുദായത്തെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ അതും BJP-യിലേക്ക് ഒഴുകുന്നു. അങ്ങനെ വരുമ്പോൾ ഈഴവ സമുദായത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അല്ല എങ്കിൽ CPM സ്റ്റാൻഡ്സ് നോ ചാൻസ് ഓഫ് വിന്നിങ് ആൻ ഇലക്ഷൻ അഗെയിൻ. ഈ ഒരു താല്പര്യം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ കാണേണ്ടത്. ഇനി നോക്കൂ, എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചത് വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈഴവ സമുദായം എപ്പോഴും പിന്നാക്കാവസ്ഥയിലാണ്. സംഘടിതമായ വിലപേശൽ ശക്തി, സംഘടിച്ച് ശക്തരാകുമെന്ന് പറയുന്നില്ലേ നാരായണ ഗുരു? പക്ഷേ ഈ ശ്രീനാരായണ ഗുരു പറയുമ്പോൾ ആ ഒരു സംഘാടനം 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 1/3 കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ ആ രീതിയിൽ സംഘടിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മുസ്ലിം ജനസാമാന്യം സംഘടിതമായി നിൽക്കുന്നു. അവർ ശക്തമായ വിലപേശലിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്നു. അതേ എണ്ണമുള്ള ഈഴവ സമുദായത്തിന് അത്രയും പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇല്ല.
എന്ന് പറഞ്ഞിട്ട് ഉദാഹരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ നോക്കൂ, അവിടെ നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം നോക്കൂ, മുൻപാൽ UDF ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നുള്ള MLA മാരുടെ മതം തിരിച്ചുള്ള കണക്കുകൾ നോക്കൂ. അഞ്ചാം മന്ത്രിസ്ഥാനമൊക്കെ അവിടെ വലിയ തർക്കമായി വന്നതാണ്. ഈ അഞ്ചാം മന്ത്രി സ്ഥാനത്തേക്ക് UDF-ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി അഞ്ചാം മന്ത്രി സ്ഥാനത്തിലേക്ക് ഒരു ചർച്ച പോയപ്പോഴാണ് UDF-ന്റെ അടിത്തറ തന്നെ ഇളകാനുള്ള കാരണം ഒരുപക്ഷെ അഞ്ചാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഉയർത്തിയ ഒരു ആരോപണം. അപ്പം ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് എണ്ണത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒന്നാന്തരം വിലപേശലിലാണ്. എനിക്ക് തോന്നുന്നത് BJP-യുമായിട്ട് മാത്രമല്ല LDF-ഉമായിട്ടും BJP-യുമായിട്ടും വിലപേശാനുള്ള ഒരു തന്ത്രമായി വെള്ളാപ്പള്ളി പ്രസ്താവനയെ കണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ MV നടേശനിലേക്ക് എത്തുമ്പോൾ, ഡോക്ടർ MV നടേശൻ, ഈഴവ വോട്ട് BJP-ക്ക് ലഭിച്ചത് ചോർച്ചയില്ലാതെയാണ്. ആ വോട്ട് ബാങ്കിൽ അങ്ങനെ ഒരു വിള്ളലില്ലാതെയാണ് വളരെ കൃത്യമായി ഒന്നാകെ ഒഴുകിപ്പോകുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടത്. ഇത് അത്തരത്തിലൊരു വളരെ കൃത്യമായി പുതിയ കാലത്തെ പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലപാടാണ് ഈഴവാംഗങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. അത് ഇനിയും തുടരുമെന്നല്ലേ സമകാലിക സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്? ഈഴവ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തിലെ പ്രബലമായ ഒരു വിഭാഗമാണ്, യാതൊരു സംശയമില്ല. അവരായിരുന്നു CPM-നെ ഇക്കാലം അത്രയും താങ്ങി നിർത്തിയിരുന്നത്. പക്ഷെ ആ സമുദായത്തെ വളരെ കൃത്യമായി പറ്റിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പറ്റിക്കുകയും അവരെ വെറും ചാവേറുകളാക്കി മാറ്റുകയും ചെയ്ത പാർട്ടിയാണ് CPM. ഇത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് BJP-യിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. ഇന്നിപ്പോ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമുദായം ഇക്കാലം അത്രയും പറഞ്ഞ നിലപാടിൽ നിന്ന് അവർ മാറുന്നു? നിങ്ങൾ എന്നെ BJP ആക്കി എന്നാണ് ചില ആളുകൾ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം, കൃത്യമായ വസ്തുതാപരമായ ജീവിത സാഹചര്യം അവരനുഭവിച്ചപ്പോഴാണ് അവർ ഈ നിലപാടെടുക്കുന്നത്. ഈ നിലപാട് മാറ്റം തന്നെയാണ് ഇവിടുത്തെ ഈഴവ സമുദായത്തിനുള്ളത്. അതായത് മതത്തിന്റെ പേരിലുള്ള കൃത്യമായ വിഭാഗീയത നിലനിൽക്കുന്നു, അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. 1766 മുതൽ തുടങ്ങിയ നാടകമാണിത്, ഇത് ചരിത്രമാണിത്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. അപ്പൊ ഇതിന്റെ തുടർച്ച നടക്കുകയും അതിന്റെ ഭീകരത മനസ്സിലാക്കുകയും അത് പല രൂപത്തിലും ഭാവത്തിലും ഒരു വലിയ വിഭാഗം ജനതയെ വിഴുങ്ങും എന്നുള്ളൊരു ഭയം കൊണ്ട് ആ സമുദായം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കുന്നത്?